ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അശ്വതിക്ക് അരികിലേക്ക് എത്തിയ വനജയോട് നാട്ടുകാർ വന്ന് പലതും മോശമായി പറയുന്നു. അശ്വതിയുടെ നടപ്പുകൾ അത്ര ശരിയല്ല എന്നും അശ്വതിയുടെ നടപടികളെ കുറിച്ച് മോശമായുള്ള അഭിപ്രായങ്ങൾ പറയുകയും ഈ പെൺകുട്ടിയുടെ നടപടിക്രമങ്ങൾ അത് ഒരിക്കലും ഞങ്ങൾ അയൽവാസികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഉടനെ വിളിച്ചു വരുത്തിയതെന്ന് വനജയോട് പറയുന്നു. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പലരും വന്നു പോവുകയാണ് എന്നെല്ലാം അവർ അശ്വതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്തായാലും ഇത്തരം സ്വഭാവത്തെ നിങ്ങൾ തന്നെ നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ അശ്വതി ആകെ നാണം കെട്ട അവസ്ഥയിൽ സത്യാവസ്ഥ എന്താന്ന് പോലും മറ്റുള്ളവർ മനസ്സിലാക്കാത്തതിന്റെ വേദനയിൽ അകത്തേക്ക് കയറി ചെല്ലുന്നു. വനജയടുത്തി അവിടേക്ക് കയറി വന്നതും വനജ തന്റെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞ് ആ സെറ്റിയിലേക്ക് ഇരുന്ന് പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും അശ്വതി അരികിലേക്ക് എത്തി അമ്മയെന്ന് വിളിച്ചു. നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ പ്രസവിച്ചതാണ്, എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നിന്റെ മുഖം കണ്ട നാളു മുതൽ എനിക്ക് കഷ്ടകാലം തുടങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അശ്വതിയെ തലങ്ങും വിലങ്ങും എല്ലാമായിട്ട് വനജ തല്ലുന്നു. അമ്മയെ തല്ലല്ലേ എന്ന് പറഞ്ഞ് അശ്വതി വീണ്ടും വനജയോട് തന്നെ തല്ലരുതെന്ന് ആവശ്യപ്പെടുമ്പോ നിനക്ക് എന്നെ അങ്ങ് കൊന്നു കളയാൻ പാടില്ലായിരുന്നോ എന്നെല്ലാം ചോദിച്ച് വനജ അശ്വതിയോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ അശ്വതിയും വനജയും മാറിയിരുന്ന് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ശ്രീകുട്ടി എന്താ അമ്മേ എന്ത് പറ്റിയെന്ന് ശ്രീകുട്ടിക്ക് അരികിലേക്ക് എത്തി സങ്കടത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി അരികിൽ വന്ന് തന്നോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ വനജ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അമ്മമ്മയും എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ച് ശ്രീകുട്ടി കാര്യങ്ങൾ അന്വേഷിച്ചതും അശ്വതി പറഞ്ഞു, എന്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ലടാ എന്ന് പറഞ്ഞ് മോളെ കെട്ടിപ്പിടിച്ച് അശ്വതി കരയുന്നു. അശ്വതിയുടെ കരച്ചിൽ കണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു, അമ്മ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അശ്വതിയെ ആശ്വസിപ്പിക്കുമ്പോ എങ്കിലും അമ്മയ്ക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ലടാ പൊന്നുമുത്തെ എന്ന് പറഞ്ഞ് വീണ്ടും അശ്വതി കരഞ്ഞുകൊണ്ടേയിരുന്നു. അശ്വതിയെ ആശ്വസിപ്പിക്കാനായി മോള് പരിശ്രമിച്ചു. അപ്പോഴാണ് ആനന്ദ നിലയത്തിൽ വസുന്ധരാമയ്ക്കൊപ്പം ശ്യാമയും ഐശ്വര്യയും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ മൂന്ന് പേർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അമൃതയെടുത്തിയും കഴിക്കാനായി അവിടേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായി ദോശയും സാമ്പാറും കൂടി കഴിക്കാനായി തുടങ്ങിയ സമയത്ത് ദോശയും സാമ്പാറും കൂടി എടുത്ത് വായിലേക്ക് ആദ്യം ഒരു നുള്ള് എടുത്ത് വെച്ചതും ആ നിമിഷം തന്നെ ശ്യാമയ്ക്ക് വൊമിറ്റ് ചെയ്യാനായി ഒരുങ്ങി. അതിന്റെ സ്മെല്ലടിച്ചതോടെ ശ്യാമയ്ക്ക് വൊമിറ്റിങ് തുടങ്ങിയതോടെ ആ ഒരു മണം തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ ശ്യാമ വേഗം വാഷ് ബേസിന് അരികിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ശ്യാമ വൊമിറ്റ് ചെയ്യാനായി ഒരുങ്ങി. ശ്യാമ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടതോടെ പിന്നാലെ അമൃതയും ഓടിച്ചെന്ന് ശ്യാമയുടെ പുറം തടവി കൊടുത്തുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ടതോടെ ഇതെന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ ഐശ്വര്യ കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഐശ്വര്യ ഓർത്തത്, ദൈവമേ, പറഞ്ഞതുപോലെ ഞാനും പ്രഗ്നന്റ് ആയിട്ടാണല്ലോ അഭിനയിക്കുന്നത്, അപ്പൊ ഞാനും ഇതുപോലെയൊക്കെ കാണിക്കണല്ലോ എന്ന് ആലോചിച്ചു. വേഗം തന്നെ ഐശ്വര്യ വസുന്ധരയുടെ അരികിൽ നിന്ന്, അമ്മേ, ഈ ദോശയുടെയും സാമ്പാറിന്റെയും സ്മെല്ല് എനിക്കും പിടിക്കുന്നില്ലമ്മേ എന്ന് പറഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്യാനൊരുങ്ങി. മോൾ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് ഐശ്വര്യ പറഞ്ഞയച്ചു. ശ്യാമയെ മാറ്റി നിർത്തിയിട്ട് ഐശ്വര്യ വൊമിറ്റ് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നു. അതിനുശേഷം ശ്യാമ പെട്ടെന്ന് വീണ്ടും തനിക്ക് മനം പുരട്ടി വരുന്നതുകൊണ്ട് ഐശ്വര്യയെ മാറ്റിയിട്ട് വീണ്ടും ശ്യാമ വൊമിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഐശ്വര്യയും ശ്യാമയും ഇങ്ങനെ മാറി മാറി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് തന്റെ അരികിലേക്ക് വന്ന വസുന്ധര ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട്, ഈ അമ്മ എന്തിങ്ങനെ വടി പോലെ നിൽക്കുന്നത്, കാണിച്ചു തരാം, നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ മുതുക് തടയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വേഗം വസുന്ധരയോട് പറഞ്ഞു, അമ്മ എന്റെ മുതുകൊന്ന് തടവി തന്നെ അമ്മേ എന്ന് പറഞ്ഞു. വസുന്ധര വേഗം ഐശ്വര്യയുടെ മുതുക് തടവി കൊടുക്കുന്നു. ഈ സമയത്ത് ഐശ്വര്യയും ശ്യാമയും വീണ്ടും വീണ്ടും ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് കണ്ട് ഐശ്വര്യ വീണ്ടും വൊമിറ്റ് ചെയ്യാനായി ഒരുങ്ങി. മോളെ സാരയില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യയെ വിളിച്ച് അങ്ങനെ വസുന്ധര സമാധാനിപ്പിക്കുമ്പോൾ ഐശ്വര്യ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നു. നിങ്ങളെ കൊണ്ട് ഇതല്ല, നിങ്ങളെ കൊണ്ട് എന്റെ വസ്ത്രങ്ങൾ വരെ ഞാൻ കഴിയുകയും എന്റെ കാല് പിടിപ്പിക്കുകയും ചെയ്യും, കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അങ്ങനെ മാറി നിന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഇപ്പോൾ ശ്യാമയാണല്ലോ അല്ലെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ മാറി നിന്ന് ഐശ്വര്യ പല കണക്കൂട്ടലും മനസ്സിൽ അങ്ങനെ നടത്തുന്നു. അപ്പോഴാണ് ഐശ്വര്യയുടെ വീട്ടിൽ ആകെ വിഷമത്തോടെ അമ്മ തന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറിയതിന്റെ സങ്കടത്തിലും തന്റെ ഭാഗത്തെ ന്യായവും നീതിയും ആരും മനസ്സിലാക്കാത്തതിന്റെ വിഷമത്തിൽ ഐശ്വര്യ പലതും ഇങ്ങനെ ആലോചിച്ചു. അന്ന് ഐശ്വര്യയെ തന്റെ വീട്ടിൽ വെച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തി അരുണിനെ തന്നെ അപമാനിച്ചതും അവസാനം ജീവൻ കളയാനായി അശ്വതി ഒരുങ്ങിയതും ശ്യാമ വന്ന് അതിലെല്ലാത്തിലും ഇടപെട്ടതും ഐശ്വര്യയോട് അരുൺ കയർത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് അശ്വതി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അവിടെ വനജ വന്ന് കയറിയ സമയത്ത് വനജയോട് നാട്ടുകാർ വന്ന് പറഞ്ഞതുമൊക്കെ ഓർത്ത് അശ്വതി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ ടീപ്പോയ്ക്ക് മുന്നിലേക്ക് 2-3 കവർ ലെറ്ററുകൾ കൊണ്ടുവന്ന് വനജ വലിച്ചെറിഞ്ഞത്.
കണ്ടോ, ബാങ്കിലെ ലോൺ അടയ്ക്കാത്തതിന് കുടിശ്ശിക വരുത്തിയതിന് അവര് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇനി എപ്പോ ഈ വീടിന് പുറത്ത് പോകണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ നിന്റെ പക്കൽ എന്ന് വനജ അശ്വതിയോട് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ എന്ന് പറഞ്ഞതും, നീയെ ഓരോന്നെല്ലാം കാട്ടിക്കൂട്ടുന്ന അങ്ങനെയാണല്ലോ. ഇത്രയും നാളും ഇതൊന്നും നീ അറിയാതെ നടക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി നീ എങ്ങനെയെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്തിക്കോ. എന്തായാലും ഞാൻ ചെയ്ത മഹാപാപം നിന്നെപ്പോലൊരു മകൾക്ക് ജന്മം നൽകി പോയതാണല്ലോ. അതിൻ്റെതായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതാ ചീത്തപ്പേര് മാത്രമേ കേൾക്കാതെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതുമായി നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചല്ലോ എന്റെ പുന്നാര മകള് എന്നെല്ലാം പറഞ്ഞ് അശ്വതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ശ്രീകുട്ടി വന്നു. എന്താ അമ്മമ്മേ, അമ്മയെ വന്നപ്പോ മുതലും ഇങ്ങനെ അമ്മമ്മ വഴക്ക് പറയുന്നത് എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ വനജ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് വനജ പോകുമ്പോ ശ്രീകുട്ടി അശ്വതിയോട് ചോദിച്ചു, അല്ലമ്മേ, എന്തിനാ ഇങ്ങനെ മുത്തശ്ശി അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതും ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് മോളോട് അശ്വതി പറഞ്ഞു, ഒന്നുമില്ല മോളെ, ഇവിടെ നമ്മുടെ ബാങ്കിൽ നിന്ന് കടമെടുത്തതിനുള്ള പണം തിരിച്ചടയ്ക്കാത്തതിന് അവര് നോട്ടീസ് അയച്ചു. അക്കാര്യം പറയാനായിട്ട് മുത്തശ്ശി വന്നതാണ്. മുത്തശ്ശിയുടെ സങ്കടങ്ങൾ മുത്തശ്ശി എന്നോട് പറയുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അമ്മേ, അതിന് അമ്മ മുത്തശ്ശി വന്നപ്പോ മുതൽ അമ്മ കരയുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ ഈ സങ്കടങ്ങളെ നമുക്ക് അരുണങ്കിളിനോട് വിളിച്ച് പറഞ്ഞാലോ എന്ന് ഉടനെ ശ്രീകുട്ടി അശ്വതിയോട് പറഞ്ഞു. അതൊന്നും വേണ്ട മോളെ, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞാൽ പറ്റില്ല, അരുണങ്കിളോട് പറഞ്ഞ അങ്കിള് നമ്മളെ സഹായിക്കും. ശ്രീകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ താക്കീത് ചെയ്യുന്നു. ഉടനെ ഫോൺ എടുത്ത് ശ്രീകുട്ടി വിളിക്കാൻ തുടങ്ങുമ്പോ, അമ്മേ, ഞാൻ അരുണങ്കിളിനെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഐശ്വര്യയുടെ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി. ശ്രീകുട്ടിയോട് മോളെ മോളെ വേണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ തടയാൻ ശ്രമിച്ചിട്ടും ശ്രീകുട്ടി അതിനെ സമ്മതിക്കാതെ ഫോണുമായി പുറത്തേക്ക് ഓടുന്നു. ആ സമയത്ത് ഐശ്വര്യ ആലോചിച്ചു, ദൈവമേ, മോള് ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം ആലോചിച്ച് അശ്വതി ആകെ വിഷമിച്ചങ്ങനായിരുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി ഫോണുമായി പുറത്തേക്ക് പോയപ്പോ അരുൺ പുറത്തേക്ക് ഇറങ്ങാനായി പോകുന്ന സമയത്ത് അരുണിന്റെ ഫോൺ റിങ് ചെയ്തു. അഭിയാണല്ലോ വിളിക്കുന്നത് എന്ന് ഓർത്ത് ഹലോ അഭി എന്ന് വേഗം കോൾ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, ഞാൻ അഭിയല്ല അങ്കിളെ, ശ്രീകുട്ടിയാണ് എന്ന് പറഞ്ഞു. എന്താ മോളെ എന്ന് വളരെ സന്തോഷത്തോടെ അരുൺ കാര്യം അന്വേഷിച്ചു. മോള് കുറെ നാളായാലോ വിളിച്ചിട്ട് എന്ന് പറഞ്ഞപ്പം ശ്രീകുട്ടി പറഞ്ഞു, അങ്കിളെ, ഞാനിപ്പോ അമ്മ അറിയാതെയാ വിളിക്കുന്നത്, അങ്കിൾ ഇവിടെ വരെ ഒന്ന് വരുവോ എന്ന് ചോദിച്ചു. ഒത്തിരി നാളായാലും അങ്കിളിനെ കണ്ടിട്ട്, എനിക്ക് അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞു. അതിനെന്താ മോളെ, ഞാൻ വരാലോ എന്ന് അരുൺ മറുപടി നൽകി. ഈ സമയത്ത് അരുണിന്റെയും ശ്രീകുട്ടിയുടെയും സംസാരം അപ്പുറത്ത് മാറി നിന്ന് ഐശ്വര്യ കേൾക്കാനിടയായി. അപ്പോ അരുൺ, മകളുടെ അരികിലേക്ക് പോകാനുള്ള യാത്രയാണ്, അത് ഞാൻ സമ്മതിക്കില്ല, ഒരു കാരണവശാലും ഞാൻ അത് സമ്മതിക്കില്ല എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വേഗം അരുണിന്റെ അരികിലേക്ക് എത്തി. പെട്ടെന്ന് അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നേ എന്ന് പറഞ്ഞ് വേഗം ആ സെറ്റിലേക്ക് ഇരുന്നു. അരുൺ ചോദിച്ചു, എന്താ ഐശ്വര്യ, എന്ത് പറ്റി? അയ്യോ, എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നേ എന്ന് പറഞ്ഞ് ഐശ്വര്യ ബഹളം വെക്കുന്നു. ആ സമയത്ത് ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് അമൃതേടത്തിയും ശ്യാമയും എത്തുന്നു. എന്താ എന്താ ഏട്ടത്തി എന്ന് പറഞ്ഞു ചോദിച്ചു. എനിക്ക് ശകലം കുടിക്കാൻ വെള്ളം വേണം എന്ന് വേഗം അമൃതയോട് ആവശ്യപ്പെട്ടു. വേഗം ശ്യാമ പറഞ്ഞു, ഏട്ടത്തി കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഐശ്വര്യ വയറ് വേദനിക്കുന്നതായിട്ട് വീണ്ടും അഭിനയിച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ എന്ന് പറഞ്ഞതും അരുൺ ആകെ ആശങ്കപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, എന്താ ഏട്ടാ പറ്റിയത് എന്ന് ചോദിച്ചതും എനിക്കറിയില്ല, വല്ല ഗ്യാസ് കെട്ടിയതാണോ, വയറ് വേദനിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കരയുകയായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അമൃതയെടുത്ത് ചൂടുവെള്ളവുമായി അരികിലേക്ക് എത്തി. വെള്ളം ശ്യാമയും അമൃതയും കൂടി ഐശ്വര്യയെ കുടിപ്പിക്കുന്നു. ഐശ്വര്യ അത് കുടിച്ചു കഴിയുമ്പം, അതെ, എന്തെങ്കിലും പ്രശ്നം കാണും, ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വാ, അരുണേട്ടൻ ശാലം വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അരുൺ ഒട്ടും താല്പര്യമില്ലാതെ ഐശ്വര്യക്ക് നേരെ ആ വെള്ളം നീട്ടി. ഉടനെ ഐശ്വര്യ ശാലം വെള്ളം കുടിച്ചു കഴിഞ്ഞതും അത് മതിയെന്ന് പറഞ്ഞു. എന്താ എന്താ പറ്റിയത്, എന്താ ഐശ്വര്യ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വല്ലതും പോയാലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പൊ കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, ഇപ്പൊ പ്രശ്നമില്ല, കുറവുണ്ട്. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, സാരമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടേ കാണിക്കാം എന്ന് പറഞ്ഞു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ മാറി, കുറവുണ്ട്. ഉടനെ തന്നെ ഐശ്വര്യയോട് അമൃതേടത്തി പറഞ്ഞു, സാരമില്ല, ശ്യാമ പറഞ്ഞാ ശരി, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, പ്രശ്നമൊന്നും ഇല്ല ഏട്ടത്തി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അരുൺ എന്റെ അരികിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാ എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യ പറഞ്ഞു, കണ്ടില്ലേ, അരുണ് എന്റെ അടുത്തൊന്ന് ഇരിക്കാൻ പോലും
അരുണിന് സമയമില്ല എന്ന് പറഞ്ഞ് അരുണിനെ കുറ്റപ്പെടുത്താനായി ഐശ്വര്യ ഒരുങ്ങി. അരുൺ ഇവിടെ ഇരുന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അരുൺ പറഞ്ഞു, എനിക്ക് ഓഫീസിൽ പോണം ഐശ്വര്യയെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഐശ്വര്യയുടെ ആ പ്രവൃത്തി കണ്ട് ശ്യാമ പറഞ്ഞു, ഏട്ടാ ഏടത്തിയുടെ ആഗ്രഹമല്ലേ, ഏട്ടൻ ഇവിടെ വന്നിരുന്നേ, ഒരു അമ്മയാകാൻ പോകുമ്പോൾ ഇത്തരമുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഏട്ടൻ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ വേഗം അരുണിന്റെ തോളിലേക്ക് ചാരി പതുക്കെ റൂമിലേക്ക് രണ്ടുപേരും കൂടി പോകുന്നു. അങ്ങനെ ഒട്ടും താല്പര്യമില്ലാതെ അരുൺ ഐശ്വര്യയെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അമൃതേടത്തിക്കാകെ സംശയം തോന്നുന്നു. അമൃതേടത്തി സംശയത്തോടെ ശ്യാമയെ നോക്കുന്നു.